ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചു കിച്ചൻ. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഈ സെല്ലറിയുടെ തണ്ട് കൊണ്ട് തന്നെ ഒരു മഷ്റൂമൊക്കെ ഇട്ട് നല്ലൊരു സാലഡ് പോലെ ഉണ്ടാക്കാം. സ്റ്റെയർ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സെല്ലറി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടെടുത്ത് കഴുകി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം അതിൻ്റെ സ്റ്റെം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. തണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇല മാറ്റി വയ്ക്കാം. ഇല നമുക്ക് തോരൻ വയ്ക്കാം. ഇല തണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് പീൽ ചെയ്യണം. അതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തൊലിയുമുണ്ട്, അതുപോലെ തന്നെ നാര് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പീൽ ചെയ്ത് കളയണം. അത് ഉറപ്പായിട്ടും പീൽ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ നമ്മളതിനെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. എല്ലാം നമുക്ക് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സെല്ലറിയുടെ തണ്ട് നന്നായിട്ട് കട്ട് ചെയ്തു അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ നമുക്ക് 2, 3, 4, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മഷ്റൂം കൂടെ ചേർക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കൂടെ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം കൂടി ഇട്ട് നമ്മൾ ഫ്രൈക്ക് ഇടുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നീളത്തി അരിഞ്ഞെടുക്കണം. അതാണ് നല്ല അതിനകത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് നല്ല ചെറുതായിട്ട് നീളത്തി അരിഞ്ഞിടണം. വെളുത്തുള്ളി സാധാരണ നമ്മൾ അരിയുന്ന പോലെ അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചതിനകത്തേക്ക് ഇടാം. സവാള വേണ്ടിയവർക്കും ഒരു സവാള കട്ട് ചെയ്തിടാം. മഷ്റൂമിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാലും മതി. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് നമ്മൾ സാധാരണ മസാലയൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ആ തണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചിയിലേക്കിട്ട് വഴറ്റാം. ആവശ്യത്തിന് അതിന് മാത്രം ചേർന്ന് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചില്ലി ഫ്ലേക്സ് മാത്രം ഒരല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ മഷ്റൂമിന് ആവശ്യമുള്ള സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മഷ്റൂമിനകത്തുനിന്നും സെല്ലറിയുടെ തണ്ടിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. കണ്ടോ, ഇതിന് എത്ര നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് പറ്റുന്നവരെ വെച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല അധികം വെന്ത് പോകത്തുമില്ല. ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളുത്ത എള്ള ഇട്ട് കൊടുക്കാം. എള്ളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എള്ള് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പച്ചക്കിട്ടാലും മതി. ഇതിൽ നമ്മളങ്ങോട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ടേസ്റ്റ് അതിലായിക്കോളും. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈകിട്ടൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റും. സാലഡായിട്ട് കഴിക്കാൻ പറ്റും. അത് നമ്മൾ ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.